ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെഗ്മെൻ്റ് ആണ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ്. മന്ത്ലി റീക്യാപ്പ് മാർച്ച് മാസത്തിലെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെമ്പേഴ്സ് ഫസ്റ്റ് കാറ്റഗറി വരുന്ന മെമ്പേഴ്സിന് ആദ്യം എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുന്ന കാറ്റഗറി വീഡിയോസ് ആണ്. പിന്നീട് പബ്ലിക്കിലേക്കും ഈ വീഡിയോ വരാം. സോ ദാറ്റ് ഈസ് മെമ്പേഴ്സ് ഓൺലി കാറ്റഗറി വീഡിയോ. നമ്മൾ മറ്റ് ഓരോ മന്തിലെയും കെമാറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സെപ്റ്റംബർ മാസം മുതലുള്ള ഓരോ മന്തിലെയും റീക്യാപ്പ് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാം. കൂടുതൽ റീക്യാപ്പ് വീഡിയോസ് ചാനലിലെ മെമ്പേഴ്സ് ഓൺലി ഓപ്ഷനിലാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ പല സെഗ്മെൻറ്റ്സുകൾ മുമ്പ് പല വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും പല ഏരിയാസൊക്കെ നമുക്ക് സാധാരണ കാണാം. എഗെയിൻ ഇതിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഏരിയ ആണ് കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജനറൽ നോളജ് നമുക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ലിമിറ്റേഷൻ ഉണ്ട്. കറണ്ട് അഫയേഴ്സിൽ ചില സെഗ്മെൻറ്റുകൾ നോക്കാം. ഞാൻ ഓൾറെഡി മുമ്പ് തുടക്കം സൂചിപ്പിച്ച പോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോസുകൾ കൂടുതൽ വീഡിയോസുകൾ മെമ്പേഴ്സ് ഓൺലി ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മെമ്പർഷിപ്പ്, ചെറിയൊരു പ്ലാനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. സോ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ എക്സാം അതായത് 31st നടക്കുന്ന എക്സാമിനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാർ കാൻഡിഡേറ്റ്സ് എടുക്കുന്ന മെമ്പർഷിപ്പ് പ്ലാൻ ഫോർ 89 രൂപയുടെ മെമ്പർഷിപ്പ് പ്ലാനാണ് എടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസുകളും മറ്റ് മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. നൗ എഗെയിൻ മറ്റ് വീഡിയോസുകൾ ചാനലിലുണ്ട്, അതുകൊണ്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് ചില ഏരിയാസുകൾ നമുക്ക് എടുക്കാം. വിച്ച് ഡേ ഒബ്സർവ്ഡ് ആസ് വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ? ഓക്കെ, മാർച്ച് 1 അപ്പോൾ പറഞ്ഞു മാർച്ച് മാസമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ മാർച്ച് 1 ഓർത്തിരിക്കുക. ഹൂ ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്രോസ് 16 മീറ്റർ ഇൻ ഇൻഡോർ ഷോട്ട് പുട്ട്? അതൊരു മാധ്യമ ശ്രദ്ധ നേടിയൊരു വാർത്തയായിരുന്നു. ഇൻഡോർ ഷോട്ട് പുട്ടിൽ 16 മീറ്റർ ആദ്യമായിട്ട് താണ്ടിയ വനിത കൃഷ്ണ ജയശങ്കർ. സോ വളരെ ഈ മാർച്ച് മാസം നടന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ന്യൂസ്. ശരത് കമാൽ ഹു അനൗൺസ് ഹിസ് റിട്ടയർമെന്റ് റീസെന്റ് അസോസിയേറ്റഡ് വിത്ത് സ്പോർട്സ്? ഏത് സ്പോർട്സുമായിട്ടാണ് ശരത് കമാൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള? അത് ഈ സ്പോർട്സ് ഐറ്റം, അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഐറ്റം ശരത് കമാൽ സ്പോർട്സ് ഐറ്റം ടേബിൾ ടെന്നീസ് ആണ്. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അഗെയിൻ അദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ റിട്ടയർ ചെയ്തുകൊണ്ട് തന്നെ അതൊരു ചാൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആകാം. സോ വാട്ട് ഇസ് ദ തീം ഫോർ ഇന്റർനാഷണൽ വുമൻസ് ഡേ? വുമൻസ് ഡേയുടെ തീം, അപ്പോൾ വുമൻസ് ഡേ മാർച്ച് 8 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വുമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വുമൻസ് ഡേ 2005 വുമൻസ് ഡേയുടെ തീം ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെൻറ്റ് എന്നുള്ളതായിരുന്നു വുമൻസ് ഡേയുടെ തീം. അതൊരു ഹാഷ്ടാഗ് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ള ഹാഷ്ടാഗിലൊക്കെയാണ് അത് പോപ്പുലർ ആയിട്ടുള്ളത്. എങ്കിൽ ചില സോഴ്സുകളിൽ ഇതാണ് തീം എന്നും പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി തീമായിട്ട് പറയപ്പെടുന്നത് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ്. അപ്പം ചില ഇപ്പം ക്വസ്റ്റ്യനിൽ ആക്സിലറേറ്റ് ആക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ തീമായിട്ട് ശരിക്കും ബേസിക്കലി ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആക്സിലറേറ്റ് ആക്ഷൻ. Now, who has been appointed as the first woman secretary of the Department of Legal Affairs in March 2025? Anju Rathirana. So that is the right answer. അതാണ് ഈ പേര് ഓർത്തിരിക്കാൻ, ജസ്റ്റ് ഒന്ന് പേര് ഓർത്തിരിക്കാം. ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഈ പേര് ഓർമ്മ വന്നേക്കാം. Which organization developed Brahmastra missile long range anti-ship missile? അപ്പം അത് ജനറലി ഇത്തരം ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ DRDO എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്നത്. സോ വിച്ച് ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ദ ബ്രഹ്മാസ്ത്ര മിസൈൽ? സോ DRDO. Now, Indo-Pacific Ocean Initiative IPOI was launched by which country? ഒബിയസ്ലി അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ വരുന്നുണ്ട്. അഗെയിൻ അവിടെ ന്യൂസിലൻഡുമായിട്ടാണ് ഒരു പാർട്ടിസിപ്പേഷൻ പ്രൈം മിനിസ്റ്റർ വെൽക്കം ചെയ്തത് ഈ ഒരു ന്യൂസിൻ്റെ ബന്ധപ്പെട്ട്. സോ ദാറ്റ് ഈസ് Indo-Pacific Ocean Initiative. What is the name of AI-based digital initiative launched to provide real-time translation and transcription of parliamentary records? സൻസദ് ഭാഷിണി. സോ അതൊരു AI വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പീരീഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇനീഷ്യേറ്റീവ് ആണ്. AI-based digital initiative to real-time translation and transcription of parliamentary recordsന്റെ real-time translation ഇനീഷ്യേറ്റ് ചെയ്യുന്ന AI-based initiative digital initiative പേരാണ് സൻസദ് ഭാഷിണി. Now, World TB Day, tuberculosis day is observed
in every year on 24th March. Pension Fund Regulatory and Development Authority PFRDA operates under which ministry? Ministry of Finance. Again ഇതൊരു ഇയർ എൻഡായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ഇതൊരു ഡിഫറെൻ്റ് ഒരു ന്യൂസാണ്. അപ്പോൾ ഈ ഒരു വാക്കുകൾ ഓർത്തിരിക്കും. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. വിച്ച് കൺട്രി ഹാസ് ഹോസ്റ്റഡ് കബഡി വേൾഡ് കപ്പ്? ഇംഗ്ലണ്ടാണ് കബഡി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത്. ഇത് കുറച്ച് വിവാദമായൊരു വേൾഡ് കപ്പ് ആയിരുന്നു. again കബഡിക്ക് 2 അസോസിയേഷനൊക്കെ ഉണ്ട്. ഒരു നോർമൽ സാധാരണ വേൾഡ് കപ്പ് നടന്ന അസോസിയേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു അസോസിയേഷനാണ് ഈ വേൾഡ് കപ്പ് നടത്തിയത്. അപ്പം അത് ഒറിജിനൽ അസോസിയേഷൻ വേൾഡ് കബഡി അസോസിയേഷൻ ഈ അസോസിയേഷനെ റെക്കഗ്നൈസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസൊക്കെ വന്നിരുന്നു. അത് 2025 ഇത് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നു. ഇതിൽ ആരാണ് വിൻ ചെയ്തതെന്നുള്ള ചിലപ്പോൾ ചോദിക്കാം. ഇന്ത്യയാണ് വിൻ ചെയ്തത്. മെൻ വുമൺ 2 കാറ്റഗറിയിലും ഇന്ത്യയാണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. ഈ 2 കാറ്റഗറിയിൽ റണ്ണേഴ്സപ്പും UK ആയിരുന്നു. ഓക്കെ, അപ്പം അത് ഒഫീഷ്യലി അൺഒഫീഷ്യലി എന്നുള്ളതൊക്കെ ചർച്ച നടക്കുന്നു, വിവാദമൊക്കെ ഉണ്ടായി. പക്ഷേ എന്നാൽ തന്നെ 2025 കബഡി വേൾഡ് കപ്പിൽ വിൻ ചെയ്ത ആരാന്ന് അങ്ങനെ ചോദ്യം വരുവാണെങ്കിൽ അത് ഇന്ത്യയാണ്. മെൻ ആൻഡ് വുമൺ കാറ്റഗറി ഇന്ത്യയാണ്, റണ്ണേഴ്സപ്പ് UK ആണ് എന്ന് ഓർത്തിരിക്കുക. UN ജനറൽ അസംബ്ലി ഡിക്ലെയർ വിച്ച് ഡേ ആസ് ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഡേ മാർച്ച് 30. അപ്പോൾ പല ഡേകൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കത് ഒരു നോട്ട് ചെയ്ത് ഒരുമിച്ചൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ഡേയ്സൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാനും ഓർത്തെടുക്കാനൊക്കെ പറ്റുമായിരിക്കാം. മറ്റു ചില കാര്യങ്ങളുടെ ഇന്റർനാഷണൽ വുമൻസ് ഡേ 2025 സോ എ ലോഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ക്യാമ്പയിൻ. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കും, കാരണം ഇത് ബിസിനസ് റിലേറ്റഡ് കാര്യമായതുകൊണ്ട്. ഫോൺപേയുടെ ഒരു ക്യാമ്പയിൻ്റെ പേരാണ് ഇൻഷുറിംഗ് ഹീറോസ് എന്നുള്ള ക്യാമ്പയിൻ. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ ആയിട്ട് പറയാം, ഈ ഒരു ക്യാമ്പയിൻ ആരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറിംഗ് ഹീറോസ് എന്നുള്ള ക്യാമ്പയിൻ്റെ പേരെന്ത്, ഫോൺപേ ഇനിഷ്യേറ്റ് ചെയ്ത ക്യാമ്പയിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇൻഷുറിംഗ് ഹീറോസ് എന്നുള്ള ക്യാമ്പയിൻ ആരാണ് ഇനീഷ്യേറ്റ് ചെയ്ത്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫിൻടെക് കമ്പനി ഫോൺപേ ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും, ഫോൺപേ പറ്റി അറിയാത്തവരും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാമ്പയിൻ്റെ പേര് ഇൻഷുറിംഗ് ഹീറോസ്. Again, another important point, India signed a letter of intent with Singapore for green and digital shipping corridor. അപ്പോൾ ഗ്രീൻ ആൻഡ് ഷിപ്പിംഗ് കോറിഡോറായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്ത രാജ്യം സിംഗപ്പൂരാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ബാൽപൻ കി കവിത ഇനീഷ്യേറ്റീവ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ചിലപ്പം ഇത് ബാൽപൻ കി കവിത എന്നുള്ള ഇനീഷ്യേറ്റീവ് ആരുടേതാണ് എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് മിനിസ്ട്രിയുടെ എന്നൊക്കെ ചോദിക്കാം. മിനിസ്ട്രി എഡ്യൂക്കേഷനാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് മാർച്ച് മാസത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ. മറ്റ് വീഡിയോസുകൾ നമ്മൾക്ക് നോക്കാം. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞാൽ തന്നെ മെമ്പർഷിപ്പ് പ്ലാനിലും അല്ലാതെ ജനറലി ഒക്കെ ആയിട്ട് GK വീഡിയോസുകളൊക്കെ ഉണ്ട്. സോ ട്രൈ ടു അസസ് ഓൾ ദോസ് വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ബൈ.